Hi guys, welcome back to Psych of Devu. So last Saturday and Sunday ഞങ്ങൾക്ക് ഭയങ്കര ഹെക്റ്റിക് ഡേയ്സ് ആയിരുന്നു. ആസ് ഐ ഓൾറെഡി സെഡ് നമ്മുടെ വർക്ക്ഷോപ്പ് സീരീസ് ആയിരുന്നു 2 ദിവസത്തെ മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി, CBT-TA. അപ്പോൾ ഇത് ആർട്ട് തെറാപ്പി രാവിലെ 28-ന് മോർണിംഗ് 10 to 1 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. തലേന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദിസ് ഇസ് അഷിത, എൻ്റെ പഴയ ഒരു എംപ്ലോയി ആണ്, എൻ്റെ ഇൻറ്റേൺ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി കുറച്ച് പിള്ളേരൊക്കെ എത്തി തുടങ്ങിയായിരുന്നു. സോ ഇതാണ് നമ്മുടെ ആർട്ട് തെറാപ്പീൻ്റെ സെഷൻ. വി ഹാഡ് അറൗണ്ട് 15 പാർട്ടിസിപ്പൻസ് ഫോർ ആർട്ട് തെറാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ തന്നെയാണ് ആർട്ട് തെറാപ്പി ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആർട്ട് തെറാപ്പീൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്. ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ തന്നെ അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. നമുക്ക് 4 സെഷൻസിനും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആർട്ട് തെറാപ്പി ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എൻ്റെ എൻ്റെ ഫുൾ ഫിഗർ ഞാൻ മാത്രം ഒപ്പിട്ടാൽ മതിയായിരുന്നു. സോ ഇതായിരുന്നു നമ്മളുടെ ആ ഒരു സെഷൻ. അതിൽ 2 പേരെ ഞാൻ വഴി കൂടെ പോയത് പിടിച്ചെടുത്തിയതായിരുന്നു കേട്ടോ, അഷിതയും അനുജ് നമ്മുടെ പഴയ ഇൻറ്റേൺ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ആൻഡ് ദിസ് വാസ് ദി ആഫ്റ്റർനൂൺ സെഷൻ. യു ഷുഡ് ആക്ച്വലി ലിസൺ ടു ദ മ്യൂസിക്. സോ അഞ്ജു ആൻഡ് ടീം ആയിരുന്നു നമ്മളുടെ മ്യൂസിക് തെറാപ്പി സെഷൻസ് ലീഡ് ചെയ്തിരുന്നത്. നമുക്ക് അവരുടെ കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാമേ. നമ്മുടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് ഈ കുട്ടി. ബ്യൂട്ടിഫുൾ സോങ് ബൈ ഹർ. അങ്ങനെ മ്യൂസിക് തെറാപ്പി സെഷൻ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം ഞങ്ങളും ചേർന്നു. കിച്ചും സാഗറും ലക്ഷ്മിക്കുട്ടിയും പിന്നെ ഇസാൻ അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. സോ ഇതായിരുന്നു അവരുടെ ടീമും അവരുണ്ടാക്കിയ ഒരു ഓളവും എന്ന് പറയുന്നത്. അഞ്ജു ആൻഡ് ഡോക്ടർ ബീന ആർ മെഡിക്കൽ മ്യൂസിക് തെറാപ്പിസ്റ്റ്. സോ അവരാണ് എങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയത്, അതിൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവരുടെ ടീം ആഷ്ബൽ, ജിനീഷ്, രാഹുൽ അവരാണ് വോക്കലിസ്റ്റ്. സോ അങ്ങനെ ഒരു ബ്ലെൻഡ് ഓഫ് രണ്ടും കൂടെ ചേർത്തിട്ടൊരു എന്താ പറയുക, ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും. യെസ്, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സെഷനായിരുന്നു. അടിപൊളിയായിട്ട് പോയിട്ടോ. ആൻഡ് ഇത് സെഷൻ എൻഡ് ചെയ്തത് ഇതുപോലെ ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയിലൂടെയാണ്. ലൈക്ക് ത്രൂ മ്യൂസിക് എങ്ങനെ നമുക്ക് റിലാക്സ്ഡ് ആകാം എന്നുള്ളതിൻ്റെ ഒരു സെഷനായിരുന്നു. ആൻഡ് ആഫ്റ്റർവേർഡ്സ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടൊക്കെ പാടി. അങ്ങനെയായിരുന്നു ഡേ 1 അവസാനിച്ചത്. And this is day 2 and meet Miss Rajita ma'am. She is taking class on CBT, Cognitive Behavior Therapy. ഒരുമാതിരിപ്പെട്ട എല്ലാ സൈക്കോളജി സ്റ്റുഡൻസിനും ഈ ടേം ഭയങ്കര ഫെമിലിയർ ആയിരിക്കാം. പക്ഷേ ടേം ഫെമിലിയർ ആണെങ്കിലും വാട്ട് എക്സാക്ട്ലി ഈസ് ഇറ്റ് എന്നുള്ളതിൽ പലർക്കും അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊക്കെയാണ് മാം ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എങ്ങനെ കുറച്ച് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ് CBTയിൽ എന്നുള്ളതെല്ലാം. സോ മീൻ വൈൽ നമ്മൾ 2 ദിവസത്തെയും ഫുഡ് കംപ്ലീറ്റ്ലി ഹോം മെയ്ഡ് ആയിരുന്നു. ചായ രാവിലെയും വൈകിട്ട് നമ്മൾ ഓഫീസിൽ തന്നെ ഉണ്ടാക്കി. പഴംപൊരി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആൻഡ് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞതല്ലോ കാക്കുവാണ് ഫുഡ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം മാത്രം നമ്മൾ ലക്ഷ്മിയുടെ ഭാഷയിൽ പറഞ്ഞ നാങ്കൂട്ടായി ആണ് കൊടുത്തത്. ആൻഡ് ദിസ് ഇസ് ദ പഴംപൊരി ഐ മേഡ്. നല്ലതല്ലേ, ലുക്സ് യം റൈറ്റ്. സോ അങ്ങനെ മോർണിംഗ് സെഷൻ ചായയൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് അവസാനിച്ചു. ആൻഡ് ദിസ് ഇസ് ദി ആഫ്റ്റർനൂൺ സെഷൻ. നാരായണൻ സാറിനെ എൻ്റെ സൈഷെയറിലെ വീഡിയോ കാണുന്നവർക്കറിയാം. എൻ്റെ ഗുരുവാണ്, എൻ്റെ തെറാപ്പിസ്റ്റാണ്. ഞാൻ കൗൺസിലിംഗ് പഠിച്ചത് ഇവിടെ നിന്നാണ്, ഞാൻ TA പഠിച്ചത് ഇവിടെ നിന്നാണ്, CBT പഠിച്ചത് ഇവിടെ നിന്നാണ്. സോ എനിക്ക് 100% ട്രസ്റ്റുള്ള ഒരു ഗ്രൂപ്പാണ് സൈറ്റെക് എന്ന് പറയുന്നത്. ആൻഡ് അതിനുമേൽ ട്രസ്റ്റുള്ള ഒരാളാണ് നാരായണൻ സർ. സോ 2 ദിവസം അടിപൊളിയായിട്ടാണ് കടന്നുപോയത്. എല്ലാവരും സെഷൻസൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് റെസ്റ്റ് എടുക്കുക. ബാക്ക് ടു എല്ലാ കാര്യങ്ങളും പിടിച്ചൊക്കെ ഇട്ടതിന് ശേഷം
ഭയങ്കര ഇതിനെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയത് വെറുതെ ആയോ? ഇല്ല, വെറുതെ വെറുതെ ആയില്ല, വെറുതായിരുന്നു. താങ്ക് യു. നല്ല നാച്ചുറലായിട്ടുണ്ട്. നാച്ചുറലായിട്ട് പറ. ശരിക്കും നല്ലായിരുന്നു. എനിക്ക് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ദേവുനെയും കാക്കുനെയും ലക്ഷ്മിനെയും ഒക്കെ കാണാൻ വന്നത്. അപ്പൊ റഹൂനെ നീ ഉൾപ്പെടുത്തിയില്ല. ഇല്ലാത്തോണ്ട് പറഞ്ഞു ആദ്യമായിട്ടല്ല കാണണം. ഇങ്ങനെ ഒരു മനുഷ്യനെ വിട്ടുള്ള കാര്യം സീക്കിംഗ് ഫോർ അഷുറൻസ്. അതെ, എനിക്ക് ഭയങ്കര വാലിഡേഷൻ സീക്കിംഗ്. എന്താ നിങ്ങൾ തമ്മിലുള്ള ടേംസ് എന്താ? ദേവുവിനോട് പറഞ്ഞപ്പോ എനിക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ കാക്കുന്റെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? എസ്പെഷ്യലി അത് ഒറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതായതുകൊണ്ട് അതിന്റെ ആ ഒരു ഹാർഡ് വർക്കിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. സാലഡിന് സവാള അരിഞ്ഞ കുട്ടി സൂപ്പർ ആയിരിക്കും. അതെ അതെ അതെ. ആ സവാളയുടെ ഒക്കെ ഒരു വലുപ്പം ബാക്കിയൊന്നും പോരായിരുന്നു. ആ സാലഡിൽ പിടിച്ചു. അപ്പൊ ഓക്കെ. അപ്പം അങ്ങനെ 2 ദിവസത്തെ അശ്രാന്ത പരിശ്രമം ആയിരുന്നു. 2 ദിവസത്തെ അല്ല, കുറെ ദിവസത്തെ അശ്രാന്ത പരിശ്രമം എന്ന് പറയും. അശ്രാന്ത പരിശ്രമം എന്താ സാധനം? ഓക്കെ, വോട്ടർ 2 ദിവസത്തെ ഞങ്ങളുടെ കുറേ എഫേർട്ടും, ഞാൻ എന്താ പറയണ അങ്ങനെയല്ല, സോറി, ഇച്ചിരി അടുത്തേക്ക് പറഞ്ഞു. അതായത് കുറച്ചധികം ദിവസങ്ങളിലെ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ഈ 2 ദിവസം. 2 ദിവസത്തെ വർക്ക്ഷോപ്പ് അടിപൊളിയായിട്ട് പോയി. പാർട്ടിസിപ്പൻസ് എല്ലാം ഹാപ്പി ആയിരുന്നു. ഇനിയും എന്ത് പരിപാടി വെച്ചാലും ഇവർ വരുമെന്ന് പറഞ്ഞു. അപ്പം ഐ എം സോ ത്രിൽഡ്, സോ ഹാപ്പി, സോ എക്സൈറ്റഡ്. ബേസിക്കലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈക്കോളജി സ്റ്റുഡൻസിനെ മാത്രം വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നതാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് പിള്ളേർക്ക് പഠിക്കണം, ഒരു എക്സ്ട്രാ ലേണിംഗ് വേണമെന്നൊരു ത്വരയില്ലാത്തത് എന്നുള്ളത് എൻ്റെ വലിയൊരു വിഷമമായിരുന്നു. പക്ഷെ നമുക്ക് വിചാരിച്ച അത്ര പാർട്ടിസിപ്പൻസ് തന്നെ എല്ലാ സെഷനിലും കിട്ടി. ആർട്ട് തെറാപ്പിക്ക് നമുക്കൊരു 15 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. മ്യൂസിക് തെറാപ്പിക്ക് നമുക്കൊരു 11-12 വെച്ച പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. രാവിലെ CBTക്ക് മാത്രമാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേര് പോയത്. പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്ത ഒരു 11 പേര് 12 പേരുണ്ടായിരുന്നു. TA ആയിരുന്നു എൻ്റെ മക്കളെ. എൻ്റെ എന്തൊരു ടെൻഷനായിരുന്നു എന്നറിയാം. 3 പേരുടെ രജിസ്ട്രേഷൻ വെച്ച് ഫൈനലി നമ്മളത് 14 പേര് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആക്കി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതൊരു ഭയങ്കര ടീം എഫേർട്ട് തന്നെയാണ്. ലക്ഷ്മിയും റഹുവും ഞാനും ഒക്കെ അത്ര ശ്രമിച്ചിട്ടാണ് നമുക്ക് ഇത്ര ആൾക്കാരെ കിട്ടിയത്. അപ്പോൾ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇത്രയൊക്കെ ആൾക്കാരെ കിട്ടണമെങ്കിൽ ഇത്രയും എഫേർട്ട് എടുക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ കോളേജ് വൈസ് ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. പക്ഷേ ഇതുപോലെ കുറേ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഗ്രാംസ് ചെയ്യണം. ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ആയിട്ട് തന്നെ ചെയ്യണം. ചുമ്മാ കുറേ നാഷണൽ കോൺഫറൻസ് വെക്കുന്നതിനേലും പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഇങ്ങനത്തെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന വർക്ക്ഷോപ്സ് കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കണം. അതിനുള്ള പരിശ്രമങ്ങൾ ഞാൻ ഇനിയും തുടങ്ങിക്കൊണ്ടേയിരിക്കും. സൈഷറിൻ്റെ കൂടുതൽ ആക്ടിവിറ്റീസ് ഇനിയും വരുന്നതായിരിക്കും. മിക്ക ദിവസവും ഞാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ശല്യം ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ഈ 2 ദിവസത്തെ പരിപാടി ഞാൻ ഒറ്റയടിക്കായിരിക്കും ഇട്ടിട്ടുള്ളത് ഇപ്പോൾ. സോ അത് നിങ്ങൾ എങ്ങനെ കാണും, എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേലും ഇതൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് കാണിക്കുന്നതിനോടാണ് എൻ്റെ താല്പര്യം. സോ അത് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീപ് വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അത്രേ ഉള്ളൂ. ബൈ.